ഇഷ്ടമുണ്ടെങ്കിൽ മനുഷ്യന് എന്തും ചെയ്യുന്നാണല്ലോ. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ കുട്ടികളോട് ചോദിച്ചില്ലേ, മോനെ ഇഷ്ടപ്പെട്ട കളിക്കാരന്റെ പേര് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ്? മെസ്സി, പിന്നെ എംബാപ്പെ, നെയ്മർ, എന്തിനു ഹോളണ്ടോ, കാളൻ, പോത്തൻ, ഹാളൻ. ഓക്കെ, നല്ല നല്ല പേരാണ് എന്തായാലും. കാളൻ, ഹാളൻ, പോത്തൻ. നിങ്ങൾ നോക്ക്, നല്ല ആവേശം ഉണ്ടല്ലോ അല്ലേ. ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കലുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, മെസ്സി എന്ന് പറഞ്ഞൊരു കളിക്കാരൻ ജലദോഷം പിടിച്ചിട്ട് മൂക്ക് ചീറ്റിയ ഒരു ടിഷ്യൂ പേപ്പർ അത് ലേലത്തിന് വെച്ചു. ലേലത്തിന് വെച്ചപ്പോൾ 6 ലക്ഷത്തിൽ പരം രൂപ കൊടുത്ത് ഒരാൾ അത് ലേലം വിളിച്ചെടുത്തു. എന്താണ് ലേലം വിളിച്ചെടുത്തത്? കർച്ചീഫല്ല, കഴുകി വൃത്തിയാക്കാൻ പറ്റില്ല സാധനം, ടിഷ്യൂ പേപ്പർ. കയ്യിലിട്ടൊന്ന് ഉരതിയാൽ അത് പൊടിഞ്ഞു വീരും. ആ ടിഷ്യൂ പേപ്പർ അദ്ദേഹം ജലദോഷം പിടിച്ചിട്ട് ആ മൂക്ക് ചീറ്റിയ ടിഷ്യൂ പേപ്പർ ലേലത്തിന് വെച്ചപ്പോ 6 ലക്ഷത്തിൽ പരം രൂപ കൊടുത്ത ഒരാൾ അത് ലേലം വിളിച്ചെടുത്തു. മീഡിയകൾ അത് ഭയങ്കര സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്തു. ആ വാർത്ത വായിച്ചപ്പോ ഒരാളും പറഞ്ഞില്ല ആ ചെയ്തോനേതായാലും മഹാവിഡ്ഢിത്തരാണ് ചെയ്തത്, മോനേതായാലും തലക്ക് വെളിവില്ല. ആ വെളിവില്ലാത്ത സംഭവം റിപ്പോർട്ട് ചെയ്ത് മീഡിയകളോ അവരതിനേക്കാൾ വലിയ ഭ്രാന്തന്മാർ എന്നൊരാളും പറഞ്ഞില്ല. മാലോകര് ഭയങ്കര സംഭവമായിട്ടാണ് അത് ഏറ്റെടുത്തത്. IM വിജയൻ കണ്ണൂർ ജില്ലയിൽ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മെറഡോണ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നപ്പോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ അണച്ചുകൂട്ടിപ്പിടിച്ചു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. വീട്ടിൽ വന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ എന്താ, നിങ്ങൾ ആരെ കെട്ടിപ്പിടിച്ചാ വരുന്നേ എന്ന് ചോദിച്ചിട്ടാ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ആരെ കെട്ടിപ്പിടിച്ചിട്ടാ വരുന്നത് എന്ന് പറഞ്ഞിട്ട് IM വിജയനെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ ആ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ കെട്ടിപ്പിടിച്ച അവസരത്തിൽ ധരിച്ചിരുന്ന ഷർട്ട് അത് അഴിച്ച് അലക്കാതെ കഴുകാതെ ഏറ്റവും മുന്തിയ ഒരു ഫ്രെയിമിൽ അത് ഫ്രെയിം ചെയ്ത് തന്റെ വീട്ടിൽ വളരെ ആദരവോടുകൂടി അദ്ദേഹം അത് വെച്ചു. മലയാള മനോരമ പത്രത്തിൽ ഒരു ഫ്യൂച്ചർ തന്നെ വന്നു. ആ സന്തോഷത്തിന്റെ കണ്ണീർ നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ഒരു കളിക്കാരനോടുള്ള ആരാധന, അദ്ദേഹത്തോടുള്ള അനുരാഗം. ആ അനുരാഗത്തിന്റെ പേരിൽ കെട്ടിപ്പിടിച്ചപ്പോഴുള്ള വസ്ത്രം അലക്കാതെ കഴുകാതെ ഗ്ലാസ് ഇട്ട് ഫ്രെയിം ഇട്ട് വളരെ ഭംഗിയായിട്ട് അത് വെച്ചു. ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരാളും അതിനെ പുച്ഛിച്ചു തള്ളിയില്ല. ഇവിടെയാണ് നാം വായിക്കേണ്ടത്. കല്ലുകൾ സലാം പറയുന്ന, മലഞ്ചെരുവുകൾക്കിടയിൽ മേഞ്ഞു നടക്കുന്ന 4 കാലി മൃഗങ്ങൾക്ക് പോലും പരിചയമുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഖുതുബ നിർവഹിച്ച മിമ്പറിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു പുതിയ മിമ്പറിലേക്ക് കയറേണ്ട താമസോ പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്വഹാബത്ത് മുഴുവനും കേൾക്കുന്ന വിധത്തിൽ ഈ തപ്പനയുടെ മട്ടൽ തേങ്ങിക്കരഞ്ഞ മുത്തായ തങ്ങളോടുള്ള ഇഷ്ടം, ആ ഇഷ്ടത്തിന്റെ പേരിൽ അവിടുന്ന് വുളു എടുത്തപ്പോൾ കൈവെള്ളയിലൂടെ ഭൂമിയിലേക്ക് കുറ്റി വീഴുന്ന വെള്ളം, ആ വെള്ളം ഒന്ന് ശേഖരിക്കാൻ, അതുകൊണ്ടൊന്ന് തബറുക്കെടുക്കാൻ, അതൊന്ന് ശരീരത്തിൽ പുരട്ടാൻ വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടി യുദ്ധം ചെയ്യാൻ അടുത്താകുമായിരുന്നു എന്ന് കിതാബുകളിൽ പറഞ്ഞില്ലേ. മെസ്സിയുടെ ആരാധന മൂത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു സിനിമാ നടൻ ധരിച്ച അടിവസ്ത്രം ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം 24 ലക്ഷം കൊടുത്തിട്ട് ഒരാൾ അത് ലേലം വിളിച്ചെടുത്തു. ഏത് ഷർട്ടല്ല പാന്റല്ല, അദ്ദേഹത്തിന്റെ അടിവസ്ത്രം, കഴുകാത്ത അടിവസ്ത്രം 24 ലക്ഷം രൂപ കൊടുത്ത് ലേലം വിളിച്ചെടുത്തിട്ട് മീഡിയകൾ അത് ഭയങ്കര സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്തു. ആരും അതിനെ പുച്ഛിച്ചു തള്ളിയില്ല. കാരണം മാലോകർക്കറിയാം, ഇഷ്ടത്തിന് ചില തലങ്ങൾ അങ്ങനെയുണ്ട്, പ്രണയത്തിന് ചില തലങ്ങൾ അങ്ങനെയുണ്ട്, അനുരാഗത്തിന് ചില വകുപ്പുകൾ അങ്ങനെയുണ്ട്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണുകൊണ്ട് കാണാതെ നമുക്ക് വേണ്ടി മണിക്കൂറുകൾ സുജൂദിൽ കടന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ആഖിറത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാഥനായ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളെ കൊണ്ട് തേടിയ മുത്തായ തങ്ങൾ, ആ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഒരൽപസമയം അരുതായ്മകളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് നമുക്കൊന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞാൽ
അൽഹംദുലില്ലാഹ്, എന്തൊരു വലിയ സൗഭാഗ്യമാണ്. അതിന് കഴിയണം. എപ്പോ? റമദാനിൽ. റമദാൻ അതിന് കഴിയണോ? സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിനൊരു പരിമിതി വേണോ? അതിനൊരു പരിധി നിശ്ചയിക്കണോ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത വേണോ? ഹറാമുകളുമായി ബന്ധപ്പെടൂല എന്ന് തീർച്ചപ്പെടുത്തണോ? നാവ് കൊണ്ട് കളവ് പറയൂല എന്ന് ഉറപ്പിക്കണോ? ഒരിക്കലും ഞാൻ ചെയ്ത കർമ്മങ്ങൾ മറ്റൊരാൾക്ക് വീതിച്ചു നൽകുന്ന വിധത്തിൽ അന്യൊരുത്തന്റെ ഗീബത്ത് പറയൂല, കേൾക്കൂല എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഈ ഗീബത്ത് പറയാ, കേൾക്കുക എന്നൊക്കെ പറയുമ്പോ ഇന്ന് ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരമില്ല, സംസാരിക്കാനുള്ള സമയമില്ല. എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളോട് ചിലപ്പോ മിണ്ടി പറയില്ല. നിങ്ങൾ നോക്ക്, പണ്ടൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്ക് നമ്മളൊരു നല്ല കൂട്ടുകാരനായി മാറിയിട്ടുണ്ടാവും. ഇന്ന് ബസ് കയറിയാല് ആർക്കും അടുത്തുള്ളവരെ കേൾക്കാൻ സമയം, എല്ലാവരുടെ ചെവിയിലും സാധനം ഉണ്ടാവും, എല്ലാവരുടെ ചെവിയിലും സാധനം ഉണ്ടാവും. പാട്ടും കേട്ട് ഡാൻസും കേട്ട് ആടി ആസ്വദിച്ച് പോവാണ്. അടുത്തിരിക്കുന്നവനെ ആരെയും എന്ത് നോക്കാൻ പോലും ആർക്കും സമയമില്ല, ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല. ഇനി അടുത്തുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരനാണെങ്കിലും പണി കഴിഞ്ഞ് പുരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, അവനെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. ആ മക്കളോടൊന്ന് മിണ്ടാൻ, അവരോടൊന്ന് പറയാൻ, അവരെ ഒന്ന് കേൾക്കാൻ വീട്ടുകാരന് സമയമില്ല, പുരക്കാരന് സമയമില്ല. ഓൻ പരി കയറി വന്നാലും അപ്പൊ തൊട്ടുകൂട്ടി ഓൻ അപ്പോഴും സോഷ്യൽ മീഡിയയിലാണ്. പണ്ട് കുട്ടിനോട് ചോദിച്ചില്ലേ എന്താവാനാ പൂതി എന്ന് ചോദിച്ചപ്പോ കുട്ടി മറുപടി ആണല്ലോ, എനിക്ക് മൊബൈലാകാനാ പൂതി. അപ്പൊ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിരിച്ചു വന്നു, മൊബൈലാകാൻ പൂതിയോ? അതെ, മൊബൈലായാല് എന്റെ ഡാഡി മമ്മി എപ്പോഴും എന്നെ കയ്യിലെടുക്കുമല്ലോ, അതുകൊണ്ട് മൊബൈലായാൽ മതിയെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്. അത് ശരിയാണ്. കാരണം എപ്പോഴും മൊബൈലാണ്, ഉമ്മയും മൊബൈലിലാണ്, ബാപ്പിയും മൊബൈലിലാണ്. പിന്നെ മക്കളായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മക്കള് മോന് ഗെയിമിന് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ മൊബൈലിന് അഡിക്റ്റ് ആണ് എന്ന് പരാതി പറയുന്നവരുണ്ടെങ്കിൽ അതിനൊരൊറ്റ മാർഗേ ഉള്ളൂ, കണ്ടാണ് പഠിക്കുക, കേട്ട് പഠിക്കൂല. നമ്മൾ എങ്ങനെയാണോ നമ്മൾ പറയുന്നതിനേക്കാൾ കേട്ട് പഠിക്കുന്നതിനേക്കാൾ നമ്മൾ എന്താണ് എന്ന് കണ്ടാണ് മക്കൾ പഠിക്കുക. അപ്പൊ ആ ഒരു സാധനത്തിന് നമ്മളെ കയ്യിൽ ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾക്ക് അതിന് നിയന്ത്രണം ഉണ്ടാവും. നമ്മൾ പരിധി വിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കിട്ടിയ സമയത്ത് അവരും പരിധി വിട്ട് ഉപയോഗിക്കും. ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാൻ. ഉമ്മമാരെ, സോഷ്യൽ മീഡിയയിൽ നിന്നൊരല്പസമയം മാറി നിൽക്കാൻ, ഒന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം. ആ സമയത്ത് ദിക്ർ കൊണ്ട് നാവിനെ പച്ചപിടിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഖുർആൻ കൊണ്ട് നാവിനെ പച്ചപിടിപ്പിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, വലിയ തൗഫീഖ് തന്നെ. ഇനി അതിന് കഴിയുന്നില്ല എങ്കിലും ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ലേ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. എന്തേ കാരണോ? ആ ഉറക്കിൽ ഹറാമുകൾ കേൾക്കലില്ല, ഹറാമുകൾ കാണലില്ല, ഹറാമുമായി ബന്ധപ്പെടുന്നില്ല. അത് പുണ്യമുള്ളൊരു ഇബാദത്ത് തന്നെ. ഇപ്പം ചിലപ്പം തോന്നുന്നു ഏറ്റവും നല്ല ഉറങ്ങലാണ്. കാരണം ഉറങ്ങിയിട്ടില്ലെങ്കിലൊക്കെ തിരിച്ചാലും പറിച്ചാലൊക്കെ ഹറാമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ റമദാൻ വരുമ്പോ അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. ഖാലിഖായ റബ്ബേ, ഇത് പറയാൻ വലിയ സുഖമാണ്, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വലിയ പ്രയാസമാണ്. അല്ലാഹുവേ, സൂക്ഷ്മതയുള്ളൊരു ജീവിതം, സ്വകാര്യ ജീവിതം നന്നാകുന്നൊരു സാഹചര്യം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഒരാൾ ഒറ്റക്കാകുമ്പോൾ എന്താണോ അയാൾ, അതാണ് യഥാർത്ഥത്തിൽ അയാളെന്ന് പറയലുണ്ട്. ഖാലിഖായ റബ്ബേ, ഞങ്ങളുടെ ഏകാന്ത നിമിഷങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തായ തങ്ങൾ അധിവസിക്കുന്ന ഒരു സാഹചര്യം, നിന്റെ ചിന്തകൾ ഞങ്ങളുടെ കൽവിൽ കുടിയേറുന്നൊരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതുകൊണ്ട് റമദാൻ മുന്നിട്ട് വരുമ്പോൾ സ്നേഹത്തോടെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. ഉപദേശിക്കാനുള്ള യോഗ്യതയില്ല, ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണേ. നാഥനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകട്ടെ.